മദ്യപിച്ച് ലക്കുകെട്ട ഡ്രൈവർ ഓടിച്ച വനംവകുപ്പ് വാഹനമിടിച്ച് കാർ യാത്രയ്ക്ക് പരിക്കേറ്റു. കണ്ണൂർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിക്ക് സമീപമായിരുന്നു അപകടമുണ്ടാക്കി നിർത്താതെ പോയ സ്കോർപിയോ കാർ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി. സംഭവത്തിൽ വനംവകുപ്പ് താൽക്കാലിക ഡ്രൈവർ ഇരിട്ടി സ്വദേശി രഘുനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടിച്ച കള്ളിന്റെ അളവ് കൂടിയതോടുകൂടി താനിരിക്കുന്നത് ഒരു സർക്കാർ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലാണെന്നും വണ്ടിയുള്ളത് നടു റോട്ടിലാണെന്നും രഘുനന്ദൻ മറന്നുപോയി. രാവിലെ 9:45ഓടെയാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിക്ക് സമീപം വനം വകുപ്പിന്റെ വാഹനം മറ്റൊരു കാറിലിടിക്കുന്നത്. അപകടത്തിൽ കാർ യാത്രക്കാരിയായ കതിരൂർ സ്വദേശി നിബയ്ക്ക് പരിക്കേറ്റു. ഇവരെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അപകടമുണ്ടാക്കിയിട്ടും സർക്കാർ ബോർഡ് വെച്ച് കറുത്ത സ്കോർപിയോ നിർത്താതെ പോയതോടെ നാട്ടുകാർക്ക് പന്തികേട് തോന്നി. മദ്യപിച്ച് ലക്കുകെട്ട ഡ്രൈവർ ഓടിച്ച വാഹനം കാറിന് പിറകിലിടിക്കുന്നത് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിക്ക് സമീപം. എന്നാൽ അപകടമുണ്ടായിട്ടും സ്കോർപിയോ നിർത്താതെ ഓടിച്ചുപോയി. പന്തികേട് തോന്നിയ നാട്ടുകാർ പിന്നാലെയും. നീ മട്ടന്നൂർ കോളേജ് ജംഗ്ഷനിൽ വണ്ടി ബ്ലോക്ക് ആക്കി ഇൻഫോർമേറ്റ് അല്ല ഫുള്ളാണ് പോയത്. വാഹനത്തെ നാട്ടുകാർ പിന്തുടർന്ന് പാറാലിൽ വെച്ച് പിടികൂടി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ഡ്രൈവർ മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു. കൂത്തുപറമ്പ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ആറളം ഫോറസ്റ്റ് ഓഫീസിന്റേതായിരുന്നു വാഹനം. താൽക്കാലിക ഡ്രൈവർ ഇരട്ടി സ്വദേശി രഘുനാഥനെയായിരുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ചത്. അപകട സമയത്ത് വാഹനത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടിയ താൽക്കാലിക ജീവനക്കാരനെതിരെ ഏതായാലും കൂത്തുപറമ്പ് പോലീസ് ഒടുവിൽ കേസെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിൽ വിടുകയും ചെയ്തു. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.